ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ HSA പരീക്ഷയൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാവരും ഷോർട്ട് ലിസ്റ്റിനായിട്ട് വെയിറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരിക എന്നുള്ള ആ ഒരു വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിനൊരു വിരാമം കുറിച്ചുകൊണ്ട് PSCയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നായിരിക്കും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ്, അതേപോലെ കഴിഞ്ഞ തവണത്തെ നിയമന നിലകൾ എങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പോൾ നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻഫോർമേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതേപോലെ തന്നെ ഈ ഇൻഫോർമേഷൻസിന്റെ എല്ലാം അപ്ഡേറ്റുകൾ വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റിലേക്ക് എത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ റിട്ടേൺ എക്സാമിൽ നമ്മുടെ മാക്സിമം നമ്മൾ പെർഫോം ചെയ്തു, അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ്? ഇന്റർവ്യൂ ആണ് അല്ലെ? അപ്പോൾ ഇന്റർവ്യൂവിനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ റാങ്ക് ഉയർത്താനായിട്ട് ഇനി നമ്മളെ സഹായിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അല്ലെ? അപ്പോൾ അതിനായിട്ട് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അവരിൽ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരാനും, നമ്മളെ കൃത്യമായി മോൾഡപ്പ് ചെയ്തെടുക്കാനും, ഗൈഡൻസ് ചെയ്യാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായി പെർഫോം ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പോൾ അതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ HSA ഇന്റർവ്യൂവിനായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഡോക്ടർ ബാലകൃഷ്ണൻ സാറും അതേപോലെ പ്രസീന മാമും ലീഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണിത്. അവരുടെ സ്പെഷ്യൽ ഗൈഡൻസ് ക്ലാസ്സുകളും ഓറിയന്റേഷൻ ക്ലാസ്സുകളും എല്ലാം വരുന്ന ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇൻഫോർമേഷൻ, ന്യൂസ് റിപ്പോർട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. HSA സോഷ്യൽ സയൻസ് ഷോർട്ട് ലിസ്റ്റ് ഉടൻ. വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഡിസംബർ 8 ചേർന്ന PSC യോഗം തീരുമാനിച്ചു. നവംബർ 4 നടത്തിയ OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന, ഇന്റർവ്യൂ എന്നിവ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. HST സോഷ്യൽ സയൻസിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിലേക്ക് വരും. അപ്പോൾ ഏകദേശം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യത, അതായത് നമ്മൾ കഴിഞ്ഞ ജില്ലയിൽ 2023 ഒക്ടോബർ 9 മുതൽ ഡിസംബർ 13 വരെ വിവിധ തീയതികളിലായാണ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളതും 2026 ഒക്ടോബർ 8 മുതൽ ഡിസംബർ 12 വരെ വിവിധ തീയതികളിലായ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുകയും ചെയ്യും. അതായത് ഒക്ടോബർ 8 മുതൽ ഡിസംബർ 12 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇനി സോഷ്യൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റ് ഓരോ ജില്ലകളുടെ ആയിട്ട് നിലവിൽ വരാനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുൻപ് ഒക്ടോബർ 8 മുൻപ് തന്നെ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വന്നാൽ, കാരണം ഇപ്പൊ നമ്മൾ ഡിസംബർ ആയി അല്ലേ? അപ്പൊ ഇനി എന്താണ്, ഈ പറയുന്ന മാസങ്ങളിൽ തന്നെ ഇന്റർവ്യൂ കഴിയണം, എല്ലാ ജില്ലയിലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത്രത്തോളം സ്പീഡപ്പ് ആയിട്ട് തന്നെ പ്രോസസ്സുകൾ നടക്കണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലെ? എന്താണത്? അതായത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നിയമന നിലകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ? HSA നമ്മളിത് എക്സാമുകൾ എഴുതി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു, എക്സാമിൽ നല്ലൊരു മാർക്കും സ്കോർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്ത ഘട്ടം എന്താണ്, എങ്ങനെയാണ് നിയമന നിലകൾ എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/10/2023 ഇതുവരെയായി, അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ കിട്ടുന്നത് വരെ ആയിട്ട് ടോട്ടൽ 28 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിലാണെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ എന്താണ്, 10/11/2023 വന്നത് നിയമന നില എന്ന് പറയുന്നത്. അതായത് ഇതുവരെയായി നിയമന ശുപാർശ ലഭിച്ചവരുടെ എണ്ണം അല്ലെങ്കിൽ നിയമനങ്ങൾ ലഭിച്ചവരുടെ എണ്ണം 27 പത്തനംതിട്ടയിൽ 2023 ഒക്ടോബറോട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 7 പേരുടെ നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്.
അതേപോലെ ആലപ്പുഴ ജില്ലയിൽ 23 പേരുടെ, കോട്ടയം ജില്ലയിൽ 16 പേരുടെ നിയമനങ്ങൾ, ഇടുക്കി ജില്ലയിൽ 6 പേരാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ 17 ആളുകളുടെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 24 ആളുകൾ, പാലക്കാട് 51, മലപ്പുറം 69, കോഴിക്കോട് ജില്ലയിൽ 42, വയനാട് 15, കണ്ണൂര് 36, കാസർഗോഡ് 40. ആകെ 401 ആളുകളുടെ നിയമനങ്ങളാണ് HSS സോഷ്യൽ സയൻസിൽ കേരളത്തിൽ മുഴുവനായിട്ടും ഇതുവരെ ആയിട്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു തരത്തിലായിരിക്കും നിയമനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഓരോരോ മാർക്കും, നമുക്ക് മുൻപിലുള്ള ഓരോ മാർക്കും, നമ്മളുടെ ഇന്റർവ്യൂവിലുള്ള ഓരോ പെർഫോമൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്താലേ ഇന്റർവ്യൂവിന് ദ ബെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും നമ്മളുടെ റാങ്ക് നല്ല മുന്നിലേക്ക് എത്തിക്കാനും നമ്മൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ കൃത്യമായി മോൾഡപ്പ് ചെയ്തെടുക്കാനായിട്ട് HSA ഇന്റർവ്യൂ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ HSA ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അതായത് ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റുകൾ ദേ വന്നു കഴിഞ്ഞു. നമ്മളുടെ സോഷ്യൽ സയൻസിന്റെ ഉടൻ തന്നെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്ന ഉടൻ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഇന്റർവ്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഇന്റർവ്യൂവിനായുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നിലകൾ നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഇപ്പൊ പത്തനംതിട്ടയിൽ 7ാം റാങ്ക് മേടിച്ച കുട്ടിക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന HSAയുടെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തു, നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നമ്മളുടെ അത് ഒരു ഘട്ടമായി അവിടെ നിൽക്കട്ടെ. എന്നാൽ അവിടെ നമ്മൾ സ്റ്റക്ക് ചെയ്ത് പോവരുത്. ഈ നമ്മുടെ പഠനം എന്നുള്ള ആ ഒരു ജേണി അവസാനിക്കേണ്ടത് അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടി നമ്മൾ അവിടെ പോയി അവിടെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിലൂടെ മാത്രമായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇനി നമ്മളിപ്പോൾ BEd കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അടുത്ത ലക്ഷ്യമാണ് LPUP എന്ന പരീക്ഷ. ഇത് നമ്മളിപ്പോൾ HSA പോലെയല്ല, ഒരുപാട് നിയമന സാധ്യതകൾ വരികയും ഒരുപാട് നിയമനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ LPUP എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കാം. നമ്മുടെ LPUPയുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും കൂടുതൽ വിജയമുള്ളിടത്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നല്ല ക്ലാസ്സുകളാണ്, അടിപൊളി ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ. അതും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് ഉണ്ട്, PDF മെറ്റീരിയൽസ് ഉണ്ട്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, 50 മോഡൽ പരീക്ഷകൾ, 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, നിരവധി MCQ ഡിസ്കഷൻസ്, 250 വീതം ചോദ്യങ്ങൾ വരുന്ന മാരത്തോൺ സെഷൻസ്, അതിൻ്റെ എല്ലാം PDF മെറ്റീരിയലുകൾ, അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് CRT NCRT അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കവർ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ എന്താണ് കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻസും. അങ്ങനെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഒരൊറ്റ കുടക്കീഴിലാക്കിയാണ് നിങ്ങൾക്കായിട്ട് എയിം സ്റ്റഡി സെന്റർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് എന്നും ടോപ്പ് റിസൾട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. കഴിഞ്ഞ 10 കേഡറ്റിലായി 7000ഓളം ആളുകളും, അതേപോലെ തന്നെ സ്പെഷ്യൽ കേഡറ്റിൽ 100% വിജയം നേടിയ സെന്റർ ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ LPUP പരീക്ഷയിൽ 1000ഓളം ആളുകളാണ് എയിം സ്റ്റഡി സെന്ററിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെ നിങ്ങൾക്കായി ഇനി HSA ഇന്റർവ്യൂവിനായും LPUPക്കായും തയ്യാറെടുക്കാം എയിം സ്റ്റഡി സെന്ററിലൂടെ. അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതേപോലെ നല്ല നല്ല റാങ്കുകളിലൂടെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്കും സ്വന്തമാക്കാം എയിം സ്റ്റഡി സെന്ററിലൂടെ. ഇതെല്ലാം വെറും വാക്കുകളല്ല, നേടിക്കാണിച്ച വിജയങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഒരു വിജയത്തിന്റെ ഭാഗമാവാനാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം, എയിംസ് ടീമിന്റെ ഭാഗമാവാം. കഴിഞ്ഞ LPUP 1000ഓളം വിജയികൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.